ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ വെറൈറ്റി രുചിയായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് മുള്ളൻ തിളപ്പിച്ചത്. അപ്പോൾ മീനൊക്കെ നല്ല വില കൂടിയ അവസ്ഥയിൽ വില കുറച്ച് മുള്ളൻ കിട്ടിയപ്പോൾ അത് വാങ്ങിച്ചു. അത് എത്രയും പെട്ടെന്ന് ഒന്നൊടിയിടയിൽ എങ്ങനെ വെക്കാൻ നോക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒറ്റയടിക്ക് ഒരുമിച്ചിട്ട് പേസ്റ്റ് പോലെ അവിടെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ പേസ്റ്റ് പോലെ നല്ലോണം അരഞ്ഞു വന്നിട്ടുണ്ട്. പേസ്റ്റ് പോലെ ആക്കേണ്ട ചതച്ചെടുത്താൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഒരു കുറുക്ക് പോലെ നമുക്ക് ചാറ് കിട്ടും. ഇനി അത് നല്ലോണം എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ മുള്ളനൊക്കെ വൃത്തിയാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നല്ലോണം വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി ആ പച്ചമണവും ആ ഒരു പച്ചക്കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ തിളപ്പിക്കുമ്പോഴൊക്കെ കറിവേപ്പില ഇട്ടാൽ നല്ല മണം നല്ല ടേസ്റ്റും ആയിരിക്കും. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. വഴഞ്ഞ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ നല്ല അധികമൊന്നും വെള്ളമൊന്നും ഇട്ട് കൊടുക്കണില്ല. അപ്പോൾ വെറുതെ വെള്ളം പോലെ ഇരിക്കും. ഇപ്പോൾ അതേ നല്ല കുറുകി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നമ്മളത് മിക്സിയിട്ട് അടിച്ചുകൊണ്ടാണ് കേട്ടോ കുറുകി വന്നത്. അല്ലെങ്കിൽ അത് ഇങ്ങനെ വെള്ളം പോലെ ഇരുന്നാൽ. അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. ചതച്ചെടുക്കണമെങ്കിൽ അത് നല്ല ടേസ്റ്റാണ്, അങ്ങനെയും ചെയ്യാം. അത് നല്ലോണം തിളച്ച് ഇതിലേക്ക് നമ്മുടെ മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ പുളിയോ അല്ലെങ്കിൽ മാങ്ങ അങ്ങനെ തക്കാളി അങ്ങനെ ഒന്നും ചേർക്കണില്ല. പെട്ടെന്ന് തന്നെ തിളച്ച് തന്നെ വെന്ത് തന്നെ മീനായതുകൊണ്ട് നമ്മൾ കുറച്ച് വിനാഗിരി ഇട്ട് കൊടുക്കും. ഒരു ലേശം പുളിക്ക് വേണ്ടിയിട്ട് ഇച്ചിരി വിനാഗിരി ഇട്ട് കൊടുക്കും. അപ്പോൾ തിളച്ച് വരുമ്പോഴാണ് നമ്മൾ വിനാഗിരി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.